നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യണത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റാൻഡപ്പ് കൊമേഡിയനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ എന്താന്ന് മനസ്സിലായി. ഇപ്പോൾ പേരാമംഗലത്തൊക്കെ അപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാർ ചോദിച്ചാൽ, കുറച്ച് പ്രായമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ജോലി, ഞാൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിടികിട്ടില്ലല്ലോ. അപ്പോൾ ഈ കോമഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തുന്നറിയാതെ നമ്മൾ എത്തിപ്പെട്ടതുമാണ്. ഇതൊരു പ്രൊഫഷൻ ആക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ, ഇപ്പോൾ അച്ഛനും അമ്മയും അടക്കമുള്ള ആളുകളൊക്കെ എന്തായിരുന്നു പറഞ്ഞത് നമ്മൾ ഈ ഒരു വഴി തിരഞ്ഞെടുക്കുമ്പോൾ? ഇതിൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഞാൻ ഇന്നത് തന്നെ ചെയ്യണമെന്ന്, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് അവർക്ക് പറഞ്ഞിരുന്നുള്ളൂ. ഇത് ഞാൻ അങ്ങനെ വല്ലാണ്ട് സ്ട്രഗിളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതായത് ഞാൻ ഇതിലിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചാനലിൽ കയറാൻ പറ്റി. പിന്നെ എനിക്ക് കുഴപ്പമില്ലാണ്ട് റെഗുലറായിട്ട് ഏകദേശം ഷോസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പരസ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. ആ സമയത്ത് അങ്ങനെയും ഉണ്ടായിരുന്നു, പരസ്യം കിട്ടിയിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പേരാമംഗലത്ത് എന്നെ അറിയണത് തന്നെ ഞാൻ ഈ ഷോ ഇറങ്ങിയതിന് ശേഷം. അല്ലെങ്കിൽ എൻ്റെ നാട്ടിലാർക്കും വലിയ കാര്യമായിട്ട് അറിയില്ല. അത് കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോഴാണ് ആൾക്കാർ ഇത് ഇവിടുത്തെ ചെക്കനായിരുന്നു, പയ്യനായിരുന്നു. ഞാനങ്ങനെ വലിയൊരു സർക്കിളിലൊന്നും ഇല്ല പേരാമംഗലത്ത്. കുറച്ച് എൻ്റെ കൂട്ടുകാരുണ്ട് വീടിൻ്റെ അടുത്തുള്ള, അവർക്ക് മാത്രമൊക്കെ തന്നെ ഞാൻ പേരാമംഗലത്തുള്ളതാണെന്ന് തന്നെ അറിയുമായിരുന്നുള്ളൂ. ഇതിൽ ഈ ചോദ്യം ശരിക്കും ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് എൻ്റെ ഭാര്യയ്ക്കാണ്. അവൾ ഡോക്ടറാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു രീതിയിൽ ഡോക്ടർ എപ്പോഴും ഡോക്ടറെ കിട്ടുള്ളൂ. അപ്പോൾ ഇവളുടെ ഹോസ്പിറ്റലിലൊക്കെ ചോദിക്കും, മാഡം അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, ഏത് സ്പെഷ്യാലിറ്റിയാണ്? സ്റ്റാൻഡപ്പ് കോമഡി. അത് ഏത് സ്പെഷ്യാലിറ്റി? അപ്പോൾ ആർട്ടിസ്റ്റ്. ഓ അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ അവർക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അവർക്കൊരു കൗതുകമുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ആരാധികമാരും ഒന്നുമില്ല. അതുപോലൊരു പ്രോഗ്രാം റിലേറ്റഡ് കാര്യങ്ങളിൽ പരിചയപ്പെട്ടതാണ്. പിന്നെ ഇങ്ങനെ കണ്ട പിന്നെ മറ്റേ ആരാധികമാരിലേക്ക് പോയില്ലല്ലേ? ആരാധികന്ന് ഇപ്പോഴും സമ്മതിക്കാറില്ല. പ്രോഗ്രാം എൻക്വയറി ആയിരുന്നു. ഞാൻ പ്രോഗ്രാം എൻക്വയറി നടത്തുന്ന എല്ലാവരോടും ഇങ്ങനെയല്ല. അപ്പൊ അത് വളരെ സ്മൂത്ത് ആയിട്ട് സംഭവിച്ചു. ഞങ്ങൾ ഒരു കൊല്ലം ഇതൊക്കെ സ്നേക്ക് ആൻഡ് ലാഡറിൽ വരുന്ന കഥകളായിരിക്കും അല്ലേ? കുറച്ച് ഭാഗങ്ങളുണ്ട്.